നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, ഈ നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷനും പിന്നെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടാകുമ്പം ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞു കിട്ടുമെങ്കിലും പിന്നീട് നമുക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത്, സ്ട്രെസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മളിപ്പോൾ അമിതമായിട്ട് ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും അതുപോലെ തന്നെ ഡിപ്രഷനും എല്ലാം നമുക്കുണ്ടാകുന്ന. നമുക്ക് എന്താ പറയുക, വേണ്ടാത്ത ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും. കാരണം അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റേതായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എത്രത്തോളം സോഷ്യൽ മീഡിയകൾ ഹാൻഡിൽ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കണ്ടന്റ് വരും, വൾഗറായിട്ടുള്ള ബാഡായിട്ടുള്ള കണ്ടന്റുകൾ വരും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു മടുപ്പാണ്. നമുക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. നമ്മുടെ മനസ്സ് അത് പിന്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് അതിന് സമ്മതിക്കുന്നില്ല. കാരണം നമ്മൾ ഇഷ്ടമല്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അത് ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മടുപ്പാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഇതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആലോചനകളും അതുപോലെ തന്നെ മൈൻഡ് നല്ല ശാന്തമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബോറിംഗ് ആയിട്ടിരിക്കുമ്പോൾ, വളരെ മടുപ്പായിട്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കാണാൻ പോകുന്നത് നല്ലതാണ്. ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ പാലങ്ങളുണ്ട്, അതുപോലെ തന്നെ കനാല്, അതിനോട് ചേർന്നുള്ള പൂക്കളും ഇതും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ചുണ്ട്, പാർക്കുണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡും ഉണ്ടാവും, പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകും. കാരണം പ്രകൃതിയുടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോൾ നല്ലൊരു ഇതാണ്, നമ്മുടെ മനസ്സിന് നല്ലതാണ്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഇടങ്ങളിൽ യാത്രകൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ജീവിതത്തിലൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, ഒരു ചിട്ടയായിട്ടുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കുക. ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്ന കാര്യവും വ്യായാമം ചെയ്യുന്ന കാര്യവും പിന്നെ ജീവിതത്തിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ മാറ്റിവെച്ച് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യമാണ് ബുക്ക് റീഡിങ്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഈ ബുക്സിൽ നിന്നാണ്. ഈ GK ബുക്സും ഇതൊക്കെ ഞാൻ വായിക്കുന്നതാണ്. ഞാൻ വായിക്കുന്നതുകൊണ്ട് എനിക്കൊരു മൊബൈലിൻ്റെ ഇതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ഞാൻ മനസ്സിലായി. കാരണം മൊബൈൽ നമ്മളിപ്പോൾ ഒരു അറിയാതെ ഇങ്ങനെ ഒരു ബാഡായിട്ടുള്ളൊരു വീഡിയോ കണ്ടാൽ പിന്നെ അതായിരിക്കും നമ്മുടെ അക്കൗണ്ട് മുഴുവൻ. പക്ഷെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഇന്ന് ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇനി എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഇതാണ്, അറിവാണ്. അപ്പോൾ ഞാൻ ഒരു ബുക്ക് വായിച്ചതിൻ്റെ ഇതിലാണ് എനിക്ക് സീഡാൻസ് 2.0 എന്ന് പറഞ്ഞ ചൈനീസ് ആപ്പിനെ കുറിച്ച് അറിഞ്ഞത്. അല്ലാതെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം സോഷ്യൽ മീഡിയകൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ബുക്ക് റീഡിങ്ങിലോട്ട് ചെല്ലാം. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ബുക്ക് റീഡിംഗ് ഒക്കെ വളരെ കുറവാണ്. അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ തെറ്റായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക നില മോശപ്പെടുമ്പോഴും നിങ്ങൾ നല്ല യാത്രകൾ ചെയ്യുക, പിന്നെ പുസ്തകങ്ങൾ വായിക്കുമ്പം കുറച്ചും കൂടെ ഒരു ഇത് മാറിക്കിട്ടും. പിന്നെ വ്യായാമം കൂടെ ചെയ്യുക. ഈ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പുഷപ്പ് അടിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടും. നമുക്ക് ദേഷ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ സമയത്ത് പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇതിൽ സെറ്റിലൊരു 20-30 വരെയൊക്കെ അടിക്കും. അത് നല്ലതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷനും മാറും, ശരീരത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മാറ്റിവെക്കുക. പകരം നിങ്ങൾ നോളജായിട്ടുള്ള ബുക്ക് വായിക്കുക, അതുപോലെ തന്നെ കഥാപുസ്തകങ്ങളും നന്നായിട്ട് വായിക്കുക. അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ ഗുണം ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ റീസൺസ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് കുറയ്ക്കുക. അപ്പം ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ബോറായിപ്പോകും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം.
അതുവരെ ബായ്.